മരിച്ചവർക്ക് വേണ്ടി നമ്മൾ സാധാരണ നിലയിൽ ദുആ ചെയ്യാം. ഗഫറല്ലാഹു ലഹു, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഉലൈക ലഹും മഗ്ഫിറത്തുൻ, അല്ലാഹു തആല പല സ്ഥലങ്ങളിലും ഖുർആനിൽ പറഞ്ഞത് അവർക്ക് മഗ്ഫിറത്ത് ഉണ്ട് എന്നാണ്. മഗ്ഫിറത്ത് എന്ന് പറയുമ്പോഴേക്ക് ഒരുപാട് തെറ്റ് ചെയ്ത ആളാണ്, വലിയ കബീറത്തുകളൊക്കെ ചെയ്ത ആളാണ്, അതുകൊണ്ട് അത് പുറത്തു കൊടുക്കാൻ വേണ്ടി പറയാണ് എന്നുള്ള ധ്വനി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംശയം തോന്നാണ്. കാരണം ഇപ്പോ ചില പരിഷ്കാരങ്ങളുണ്ട്. ഏത് സാധാരണക്കാരൻ മരിച്ചാലും ദറജ ഉയർത്തി കൊടുക്കണം എന്ന കാര്യമായിരുന്നു. അതിൽ കുറഞ്ഞ പരിപാടിയില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഒരു ദറജന്റെ കുറവ് മാത്രമേ ഉള്ളൂ. അല്ലാഹു തആല ദറജ കൊടുക്കും. ആ വ്യക്തി അല്ലാഹുവുമായിട്ടുള്ള സമീപനങ്ങൾ എങ്ങനെയാണ്, അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുക്കുന്നത് എന്തൊക്കെയാണ്, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഓരോന്നിനും ഓരോന്നിന്റെ സ്വാഭാവികതയുണ്ട്, ഓരോന്നിനും ഓരോ കാറ്റഗറികളുണ്ട്. അതനുസരിച്ച് കൊണ്ടല്ലാതെ നമ്മൾ പരിഷ്കരിക്കാൻ പാടില്ല. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാ, എന്നിട്ട് അതിൻ്റെയൊക്കെ ശേഷം അല്ലാഹു ദറജ ഉയർത്തി കൊടുക്കുക. അങ്ങനെയല്ല വൈദ്യസ്കാരത്തിന് ദ്വായനുള്ളത്. ഏത് വലിയ പണ്ഡിതനും ഏത് വലിയ സയ്യിദും എത്ര വലിയ സാലിഹായ മനുഷ്യൻ മരിച്ചാലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു അങ്ങനെയല്ലേ ദുആ ചെയ്യുന്നത്. ആ ദുആ നമ്മുടെ ചെറിയ കുട്ടികളുടെ വൈദ്യസ്കാരത്തിൽ പോലും ആ ദുആ ഉണ്ട്. കുട്ടികൾക്ക് പ്രത്യേകമായ സ്പെഷ്യൽ ദുആ ഉണ്ടെങ്കിലും അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്നുള്ള ദുആ ഉണ്ട്. അതാണ് ഇപ്പൊ സാധാരണ. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല അവർക്ക് ദറജ കൊടുക്കട്ടെ എന്ന് പറയലാണ് അതിന്റെ ശരിയായ രീതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇപ്പൊ അടുത്തായിട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ദറജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വലിയ കബീറത്താണ് എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമില്ല. ഓരോന്നിനും ഓരോരോ ശൈലിയുണ്ട്. അതുപോലെ മറ്റൊരു സ്വഭാവം ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഒരു സാധാരണക്കാരനായ വ്യക്തി അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഉമ്മ മരണപ്പെട്ടാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, മഹാനും മഹദിയാണ്. അതിൽ കുറഞ്ഞ പ്രയോഗമില്ല. ആ മഹദിക്കല്ല പുറത്തു കൊടുക്കട്ടെ, ആ മഹാനന്ദ പുറത്തു കൊടുക്കട്ടെ. ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മഹാനും മഹദിയും ഒക്കെ ആയിരിക്കും, അത് നമുക്കറിയില്ല. പറയുന്നതിന് ഓരോ ശൈലിയുണ്ട്. ആ സഹോദരിക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. അത് കുറച്ചുകൂടി നല്ല പ്രായമുള്ള നമ്മുടെ ഉമ്മാമാന്റെ പ്രായമുള്ള ഒരു